പ്ലാനിംഗ് പ്രോസസ് അഥവാ സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് എന്ന് വെച്ചാൽ ആസൂത്രണ പ്രക്രിയ എന്താണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പ്ലാനിംഗ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഫീച്ചേഴ്സ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്ലാനിംഗ് പ്രോസസ് അഥവാ സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ്, ആസൂത്രണ പ്രക്രിയ, പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. There are certain logical steps which must be followed in planning process. Planning processൽ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള പോർഷൻ ആണ് പ്ലാനിംഗ് പ്രോസസ് എന്ന് പറയുന്ന പോർഷൻ, അഥവാ സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് എന്നൊക്കെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് യൂഷ്വലി വരുന്നതാണ്. 7 പോയിന്റ്സ് ആണുള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് പഠിക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ആണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക. ഇതാണ് പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് പോയിന്റ്. പ്ലാനിംഗ് പ്രോസസ്സിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക അഥവാ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ വാട്ട് ഈസ് മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്? ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ആർ ദ എൻഡ് റിസൾട്ട്സ് വിച്ച് മാനേജേഴ്സ് വിഷ് ടു അച്ചീവ്. അപ്പം ഒരു ഓർഗനൈസേഷൻ അഥവാ ബിസിനസ് ഫേം എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ അഥവാ ബിസിനസ് ഫേം എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ. പ്ലാനിങ്ങിന്റെ ബേസ് ആയിട്ട് നിൽക്കുന്നതാണ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം പ്ലാൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഡിസൈഡ് ചെയ്തിട്ട് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിൽ എത്തിച്ചേരാനുള്ള പ്ലാൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൺസിഡർ ചെയ്യാനുണ്ട്. എന്താണ്? ഒബ്ജക്റ്റീവ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് സ്പെസിഫിക്. ഒബ്ജക്റ്റീവ് ക്ലിയറും സ്പെസിഫിക്കും ആയിരിക്കണം. എന്ന് വെച്ചാൽ വ്യക്തവും കൃത്യവുമായിരിക്കണം ഒബ്ജക്റ്റീവ്സ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ABC കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ഇൻക്രീസ് സെയിൽ ബൈ 20% ഇൻ ദ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം സെയിൽസ് 20% കൂടെ കൂട്ടണം എന്നതാണ് ABC കമ്പനിയുടെ ഒബ്ജക്റ്റീവ്. ഇത് സ്പെസിഫിക്കും ക്ലിയറും അല്ലേ? അവര് ഏത് വർഷമാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, എന്തോരാണ് കൂട്ടേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് അവര് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പ്ലാൻ സ്പെസിഫിക്കുമാണ് ക്ലിയറുമാണ് ഈ ഒബ്ജക്റ്റീവ്. ABC കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ഇൻക്രീസ് സെയിൽ ബൈ 20% ഇൻ ദ നെക്സ്റ്റ് ഇയർ എന്നതാണെങ്കിൽ ഹർഷ അത് ഞാൻ പിന്നെ കൺസിഡർ ചെയ്തോളാം, ഇപ്പം ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. അപ്പം ഇൻക്രീസ് സെയിൽ ബൈ 20% ഇൻ ദ നെക്സ്റ്റ് ഇയർ എന്നാണ് ABC കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ അത് ക്ലിയറുമാണ് സ്പെസിഫിക്കുമാണ്. ഇപ്പം പറയുക, നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുവാണ്. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടണം എന്നാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചോളൂ. അത് ക്ലിയർ ആൻഡ് സ്പെസിഫിക് ആണോ? അല്ല. ലൈക്ക് ഏത് എക്സാമിനെന്ന് ക്ലിയർ അല്ല. നല്ല മാർക്ക് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എത്ര മാർക്ക് എന്നാണെന്ന് ക്ലിയർ അല്ല. അപ്പൊ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? +2 ബോർഡ് എക്സാമിന് 90% അബോവ് മാർക്ക് കിട്ടണം. ഇതായിരിക്കണം നിങ്ങളുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ക്ലിയറുമാണ് സ്പെസിഫിക്കും ആണ്. നമ്മൾ ഏതൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോഴും അത് ക്ലിയറും ആയിരിക്കണം സ്പെസിഫിക്കും ആയിരിക്കണം. എന്ന് വെച്ചാൽ അത് കൃത്യവുമായിരിക്കണം വ്യക്തവുമായിരിക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിംഗ് ഈസ് plans are formulated to achieve certain objectives. So the first step in planning process is setting objectives or goals. Every organization must have certain objectives. The objective must be clear and specific. അപ്പം സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് പ്ലാനിങ്ങിലെ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക. ആ ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങൾ ക്ലിയറും ആയിരിക്കണം സ്പെസിഫിക്കും ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിംഗ് പ്രോസസ്. അപ്പം സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താന്ന് നോക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രൊമൈസസ്. എന്ന് വെച്ചാൽ സങ്കല്പങ്ങൾ വികസിപ്പിക്കുക എന്നാണ് മലയാളത്തിലുള്ള അർത്ഥം. ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രൊമൈസസ്. പ്ലാനിംഗ് പ്രൊമൈസസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്ലാനിംഗ് പ്രൊമൈസസ് എന്ന് വെച്ചാൽ ബേസിക്കലി ഇറ്റ് മീൻസ് അസംഷൻസ്. അസംഷൻസ് എന്ന് വെച്ചാൽ സങ്കല്പങ്ങളെയാണ് പ്രൊമൈസസ് എന്ന് പറയുക. ഭാവിയിലെ സംഭവങ്ങൾ എങ്ങനെ എന്നതിനെ കുറിച്ച് കുറച്ച് അസംഷൻസ് എടുക്കും. ആ അസംഷൻസിനെ ബേസ് ചെയ്തായിരിക്കും പ്ലാൻസ് തയ്യാറാക്കുന്നത്. അപ്പം പ്രൊമൈസസ് എന്ന് പറഞ്ഞാൽ certain assumptions regarding the future. ഫ്യൂച്ചറിനെ കുറിച്ച് എടുക്കുന്ന കുറച്ച് അസംഷൻസിനെ ആയിരിക്കും പ്രൊമൈസസ് എന്ന് പറയുക. അപ്പം ഈ പ്ലാനിംഗ് പ്രൊമൈസസ് എന്താണെന്നൊക്കെ
ഒന്നല്ല 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ലൈക്ക് ഈ ഡിഫൈൻ ചെയ്യാനൊക്കെ പറയുമ്പോഴോ 2 മാർക്കിനൊക്കെ ആയിട്ട് പ്ലാനിംഗ് പ്രൊമൈസസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. പ്ലാനിംഗ് പ്രൊമൈസസ് are certain assumptions upon which plans are to be drawn. പ്ലാൻസ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന കുറച്ച് അസംഷൻസ് ആണ് പ്ലാനിംഗ് പ്രൊമൈസസ്. ഈ സെന്റൻസ് നിങ്ങൾ എഴുതി വെച്ചോളൂ. പ്ലാനിംഗ് പ്രൊമൈസസ് ആർ certain assumptions upon which plans are to be drawn. Planning premises are certain assumptions upon which plans are to be drawn. Planning അഥവാ പ്ലാൻസ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന കുറച്ച് അസംഷൻസ്, കുറച്ച് സങ്കല്പങ്ങളാണ് പ്ലാനിംഗ് പ്രൊമൈസസ് എന്ന് പറയുന്നത്. അപ്പം ഒരു ബിസിനസ്സിലെ മാനേജേഴ്സ് ഒക്കെ പ്ലാനിങ്ങിന്റെ സമയത്ത് ഭാവിയിലെ സംഭവങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് അസംഷൻസ് തയ്യാറാക്കും. എന്തൊക്കെ അസംഷൻസ് തയ്യാറാക്കുക? അവരിങ്ങനെ പ്രഡിക്റ്റ് ചെയ്യും, അഥവാ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ഇപ്പം കൺസ്യൂമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എങ്ങനെയായിരിക്കും, അഥവാ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയായിരിക്കും, ടാക്സസ് എങ്ങനെയായിരിക്കും, പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും, മാർക്കറ്റിൽ കോമ്പറ്റീഷൻ എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് അവർ ഫോർകാസ്റ്റ് ചെയ്യും. എങ്ങനെയായിരിക്കും ഇതൊക്കെ എന്നുള്ള പ്രഡിക്റ്റ് ചെയ്യും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അസംഷൻസ് എടുക്കുന്നത്. അപ്പോൾ these assumptions on which plans are to be drawn are called planning premises. അസംഷൻസിനെ ബേസ് ചെയ്തായിരിക്കും പ്ലാൻസ് രൂപീകരിക്കുന്നത്. ആ അസംഷൻസിന് പറയുന്ന പേരാണ് പ്ലാനിംഗ് പ്രൊമൈസസ്. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രൊമൈസസ്. Planning is done for future which is uncertain. Certain assumptions are made about the future environment. These assumptions are known as planning premises. Planning premises lay down the boundary within which plans are to be implemented. അപ്പം പ്ലാനിങ് നടത്തുന്നത് ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ്. ആ ഭാവി അനിശ്ചിതമാണ്, എന്ന് വെച്ചാൽ അൺസർട്ടൺ ആണ്. ആ ഭാവിയിലെ കാര്യങ്ങളെല്ലാം അൺസർട്ടൺ ആണ്. അപ്പൊ ആ ഫ്യൂച്ചറിനെ കുറിച്ച് കുറച്ച് അസംഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ പ്ലാൻസും പ്രിപ്പയർ ചെയ്യുന്നത്. ആ അസംഷൻസിന് പറയുന്ന പേരാണ് പ്ലാനിംഗ് പ്രൊമൈസസ്. ഭാവിനെ കുറിച്ച് നമ്മൾ എടുക്കുന്ന കുറച്ച് അസംഷൻസിന് പറയുന്ന പേരാണ് പ്ലാനിംഗ് പ്രൊമൈസസ്. അതിനൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, എ ബിസിനസ് ഇസ് ആന്റിസിപ്പേറ്റിംഗ് ഇൻക്രീസ് ഇൻ ദ സെയിൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് assuming that the sales tax on computers will be decreased by the government. അപ്പോൾ ഇവിടെ പ്ലാനിംഗ് പ്രൊമൈസസ് എന്താണ്, അഥവാ അസംഷൻ എന്താണ്? സെയിൽസ് ടാക്സ്, കമ്പ്യൂട്ടേഴ്സിലെ സെയിൽസ് ടാക്സ് കുറയും എന്നുള്ള അസംഷൻ വെച്ചാണ് ഗവൺമെന്റ് കമ്പ്യൂട്ടേഴ്സിന്റെ സെയിൽസ് ടാക്സ് കുറയ്ക്കും എന്നുള്ള അസംഷൻ വെച്ചാണ് നമ്മൾ പ്രഡിക്ഷൻ നടത്തുന്നത് സെയിൽസ് കൂടും എന്നുള്ളത്. അപ്പൊ അസംഷൻ ആണ് പ്ലാനിംഗ് പ്രൊമൈസസ്. അപ്പൊ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അസംഷൻസ് എന്താണോ അത് പ്രകാരമാണ് പ്ലാൻസ് രൂപീകരിക്കുന്നത്. ആ അസംഷൻസിന് പറയുന്ന പേരാണ് പ്ലാനിംഗ് പ്രൊമൈസസ്. പ്ലാനിംഗ് പ്രൊമൈസസ് ആർ സർട്ടൻ അസംഷൻസ് അപ്പോൺ വിച്ച് പ്ലാൻസ് ആർ ടു ബി ഡ്രോൺ. അപ്പം കുറച്ച് പ്ലാൻസ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന കുറച്ച് അസംഷൻസ് അഥവാ സങ്കല്പങ്ങളാണ് പ്ലാനിംഗ് പ്രൊമൈസസ്. സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രൊമൈസസ്. ഇങ്ങനെ കുറച്ച് അസംഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുക, എങ്ങനെയായിരിക്കും ഫ്യൂച്ചർ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് കുറച്ച് അസംഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് പ്ലാനിംഗ് പ്രൊമൈസസ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുക. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുക ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രൊമൈസസ്. തേർഡ് സ്റ്റെപ്പിൽ പറയുക ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ. എന്ന് വെച്ചാൽ ബദൽ പ്രവർത്തന മാർഗങ്ങൾ കണ്ടെത്തുക. ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ബദലുകൾ, എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ചോയ്സസ് കണ്ടെത്തുക എന്നുള്ളതാണ് തേർഡ് പോയിന്റിൽ പറയുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നിങ്ങൾ ഒരു ട്രിപ്പ് പോകാൻ ഡിസൈഡ് ചെയ്തു. അപ്പം ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അഥവാ എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് പല ചോയ്സസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ടൂറിസ്റ്റ് ബസ് വിളിച്ച് പോകാം, അഥവാ ബൈക്കിൽ പോകാം, കാറിൽ പോകാം, ട്രെയിനിൽ പോകാം, ഫ്ലൈറ്റിൽ പോകാം. അങ്ങനെ കുറെ ഓൾട്ടർനേറ്റീവ്സ് അഥവാ കുറെ ചോയ്സസ് ഉണ്ട്. എങ്ങനെയാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ച് കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഈ എല്ലാ ഓൾട്ടർനേറ്റീവ്സിനെ ഐഡന്റിഫൈ ചെയ്യുകയാണ് തേർഡ് സ്റ്റെപ്പിൽ പറയുക. എന്തൊക്കെയാണ് ഈ ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓൾട്ടർനേറ്റീവ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് തേർഡ് സ്റ്റെപ്പിൽ പറയുക. ബിസിനസ് ഫേംസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം ഇൻക്രീസ് സെയിൽസ് ബൈ 10% എന്നുള്ളതാണ് അവരുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഇപ്പം ഡിസ്കൗണ്ട് കൊടുക്കാം, ഓഫേഴ്സ് കൊടുക്കാം, ക്വാണ്ടിറ്റി കൂടുതൽ ഓഫർ ചെയ്യാം, ക്വാളിറ്റി കൂടുതലുള്ള പ്രൊഡക്ട്സ് ഓഫർ ചെയ്യാം, അഡ്വർടൈസ്മെന്റ് കൂട്ടാം, പ്രൈസസ് കുറയ്ക്കാം. അങ്ങനെ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് അഥവാ ഡിഫറെന്റ് ആയിട്ടുള്ള ചോയ്സസ് ഉണ്ട്.
ഈ ഓൾട്ടർനേറ്റീവ്സിനെ അഥവാ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ചോയ്സസിനെ കണ്ടെത്തുകയാണ് തേർഡ് പോയിന്റിൽ പറയുക. അപ്പം there are alternative ways for achieving the same goal. ഒരേ കാര്യം, ഒരേ ഗോൾ അഥവാ ഒരേ ലക്ഷ്യം എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ടു ഇൻക്രീസ് സെയിൽസ് an enterprise may launch advertising campaign to reduce prices or improve quality of product. So alternative course of action should be determined. അപ്പം ഈ ഒരേ മാർഗത്തിൽ ഒരേ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പല പല വേസ് ഉണ്ട്, പല പല മാർഗങ്ങളുണ്ട്. അപ്പൊ അതില് ആ പല പല മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് തേർഡ് സ്റ്റെപ്പിൽ പറയുക. അപ്പം നിങ്ങൾക്ക് ടൂറിന് പോവുകയാണെങ്കിൽ പല പല രീതിയിൽ പോകാം. ബസ്സിൽ പോകാം, ട്രെയിനിൽ പോകാം, ഫ്ലൈറ്റിൽ പോകാം, കാറിൽ പോകാം, അങ്ങനെ പല ഡിഫറെന്റ് രീതികളിൽ പോകാം. അതിൽ ഏതൊക്കെ രീതികളിൽ പോകാം എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് തേർഡ് സ്റ്റെപ്പിൽ പറയുക. ഐഡന്റിഫൈ ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ അഥവാ ഐഡന്റിഫൈ ഓൾട്ടർനേറ്റീവ്സ്. ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്ന ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ ബദൽ പ്രവർത്തന രീതികൾ വിലയിരുത്തുക, ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തു, പല പല ഡിഫറെന്റ് രീതികളുണ്ട്, ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഇതിൽ ഓരോ ഓൾട്ടർനേറ്റീവ്സിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒക്കെ വെച്ച് അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം ഒന്ന് വിലയിരുത്തുക. ഇപ്പം ട്രിപ്പ് പോകാനാണെങ്കിൽ ഏത് മോഡ് യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ട്രെയിൻ യൂസ് ചെയ്യണോ, ബസ് യൂസ് ചെയ്യണോ, ഇതിൽ ഏത് മോഡ് യൂസ് ചെയ്താലാണ് നല്ലത്, ഇപ്പം കോസ്റ്റ് എത്രയാണ്, ഇപ്പം ഫ്ലൈറ്റിൽ പോവുകയാണ് കോസ്റ്റ് എത്രയാണ്, ടിക്കറ്റ് കിട്ടാൻ എളുപ്പമാണോ, മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുമോ, എത്ര ടൈം കൊണ്ട് എത്താൻ പറ്റും, അങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഓരോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിന്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ അനലൈസ് ചെയ്തു. എന്ന് വെച്ചാൽ ഇപ്പം ട്രെയിനിൽ പോയാൽ എന്തൊക്കെയാണ് അതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ്, ഇപ്പൊ ഫ്ലൈറ്റിൽ പോയാൽ അതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് അങ്ങനെ ഓരോന്നും അനലൈസ് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഫോർത്ത് സ്റ്റെപ്പിൽ പറയുക. അപ്പം വൺസ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ ഹാവ് ബീൻ ഡിറ്റർമൈൻഡ്, they must be evaluated against the criteria of cost, risk, benefits and organizational facilities. After analyzing the merits and demerits of each alternative, the most appropriate alternative is selected. അപ്പം ഈ ഓൾട്ടർനേറ്റീവ്സിനെ എല്ലാം അനലൈസ് ചെയ്ത് അതിലെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് കണ്ടെത്തി, എന്ന് വെച്ചാൽ അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എല്ലാം കണ്ടെത്തി ഇതിലെ ഓരോ ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓരോ ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നതുമാണ് ഫോർത്ത് സ്റ്റെപ്പിൽ പറയുക. അപ്പം ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ് ഓഫ് ആക്ഷൻ ആണ് ഫോർത്ത് സ്റ്റെപ്പിൽ പറയുക. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ പറയുക സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സാധ്യത കണ്ടെത്തുക, എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധ്യത കണ്ടെത്തുക, ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുക. ദിസ് ഇസ് ദ റിയൽ പോയിന്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. എന്ന് വെച്ചാൽ ഡിസിഷൻ എടുക്കുന്നത് ഈ പോയിന്റിലാണ്. ഈ പല ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അത് കഴിഞ്ഞ് കണ്ടെത്തി ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് കണ്ടെത്തി, അത് കഴിഞ്ഞ് അതിൽ ഏറ്റവും എല്ലാ ഓൾട്ടർനേറ്റീവ്സിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പോസിറ്റീവ്സും നെഗറ്റീവ്സും പ്രോസും കോൺസും എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് സെലക്ട് ചെയ്യുന്ന ആ ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റേജ് ആണ് ഫിഫ്ത്ത് പോയിന്റിൽ പറയുക. അവിടെ റിയൽ പോയിന്റ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഫിഫ്ത്ത് പോയിന്റിൽ പറയുക. ആഫ്റ്റർ അനലൈസിംഗ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഈച്ച് ഓൾട്ടർനേറ്റീവ്, the most appropriate one is to be selected by evaluating cost, risk, benefit to the organization. The best plan is adopted and implemented. Best plan എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാൻ അഡോപ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ബെസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള പ്ലാൻ, ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള പ്ലാൻ, the best one which is more profitable and which has least negative consequences. എന്ന് വെച്ചാൽ ഏറ്റവും ലാഭകരവും ഏറ്റവും കുറവ് നെഗറ്റീവ് കോൺസിക്വൻസസ്, ഏറ്റവും കുറവ് നഷ്ടങ്ങൾ അഥവാ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ഏറ്റവും കുറവായിട്ടുള്ള ഏതാണോ പ്ലാൻ, ആ പ്ലാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യും. ഇപ്പം സെയിൽസ് 10% ഇൻക്രീസ് ചെയ്യണം എന്നുള്ള എക്സാമ്പിളിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തി, ഓഫേഴ്സ് കൊടുക്കാം, ഡിസ്കൗണ്ട് കൊടുക്കാം, അഡ്വർടൈസ്മെന്റ് കൊടുക്കാം, പ്രൈസ് കൂട്ടാം, ക്വാളിറ്റി കൂട്ടാം, ക്വാണ്ടിറ്റി കൂട്ടാം, അങ്ങനെ കുറെ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അഥവാ കണ്ടെത്തി. അതിനെ ഓരോന്നിനും ഇവാലുവേറ്റ് ചെയ്തു, ഏതൊക്കെ ഓൾട്ടർനേറ്റീവ്സ് സ്വീകരിച്ച എന്തൊക്കെ ആയിരിക്കും എന്നൊക്കെ എല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പം
നമ്മൾ ഡിസൈഡ് ചെയ്തു ഓഫേഴ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും ഐഡിയൽ എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഓഫേഴ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് മനസ്സിലായി. അത് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പം ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സിന്റെ പ്രോസും കോൺസും എന്ന് വെച്ചാൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഒക്കെ പഠിച്ചതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് സെലക്ട് ചെയ്യുന്നതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ പറയുക. സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യുക. അപ്പൊ പല ഓൾട്ടർനേറ്റീവ്സും കണ്ടുപിടിച്ച് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് എന്നിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പില്. ഇനി സിക്സ്ത് സ്റ്റെപ്പ് ഇൻ പ്ലാനിംഗ് പ്രോസസ് ഇസ് ഇംപ്ലിമെന്റിംഗ് ദ പ്ലാൻ. ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻ ആണ് സിക്സ്ത് സ്റ്റെപ്പിൽ പറയുക. എന്ന് വെച്ചാൽ ആസൂത്രണം നടപ്പിലാക്കുക. അപ്പം നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തു ഏത് പ്ലാൻ ആണ്, ഏത് ഓൾട്ടർനേറ്റീവ് ആണ് ബെസ്റ്റ് എന്ന് സെലക്ട് ചെയ്തു. ആ ബെസ്റ്റ് എന്ന് സെലക്ട് ചെയ്ത ഓൾട്ടർനേറ്റീവ് നടപ്പിലാക്കുന്നതാണ് സിക്സ്ത് സ്റ്റെപ്പിൽ പറയുക. ദിസ് സ്റ്റെപ്പ് ഈസ് കൺസേൺ വിത്ത് പുട്ടിംഗ് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ. അപ്പം പ്ലാനിനെ നമ്മൾ ഇത്രയും നേരം പ്ലാൻ ചെയ്ത ആ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഓൾട്ടർനേറ്റീവിനെ ആക്ഷനിലേക്ക് മാറ്റുക. എന്ന് വെച്ചാൽ ഇത്രയും നേരം പ്ലാൻ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും തിങ്കിങ് പ്രോസസ് അല്ലേ. പ്ലാൻ എന്ന് പറഞ്ഞാൽ തിങ്കിങ് ബിഫോർ ഡൂയിങ് ആണ്. അപ്പം ഇത്രയും നേരം തിങ്ക് ചെയ്തുകൊണ്ടിരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിനെ നടപ്പിലാക്കുന്നതാണ് സിക്സ്ത് പോയിന്റ്. Implementation of plan means putting the plan into action so as to achieve the objective of business. Proper implementation leads to success of plan. For this purpose, plan should be communicated and explained in detail to the employees at every stage of its implementation. അപ്പം ഈ സ്റ്റെപ്പില് എല്ലാ മാനേജ്മെന്റ് ഫങ്ഷൻസും ഒന്നിച്ചു വരികയാണ്. എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പം ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും എല്ലാം ആവശ്യമാണ് ഈ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ. അപ്പൊ എല്ലാം ഒന്നിച്ചു വരികയാണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ സെയിൽസ് 10% കൂട്ടാൻ ഓഫർ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല പ്ലാൻ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തു, നമ്മൾ സെലക്ട് ചെയ്തു. അതാണ് ഏറ്റവും നല്ല പ്ലാൻ എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഓഫർ കൊടുക്കുക, ആളുകളെ ഓഫർ അറിയിക്കുക, ഇതൊക്കെയാണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാനിങ്ങിൽ നടത്തുന്നത്. അപ്പൊ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻ എന്ന് പറഞ്ഞാൽ പുട്ടിംഗ് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ എന്ന് വെച്ചാൽ പ്ലാൻ നടപ്പിലാക്കുന്നതാണ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ. പ്രോപ്പർ ആയിട്ട് എല്ലാം സെലക്ട് ചെയ്ത പ്ലാൻ നടപ്പിലാക്കി എല്ലാവരെയും അറിയിക്കുക, ഇതൊക്കെയാണ് ഇംപ്ലിമെന്റേഷനിൽ പറയുക. അപ്പം സിക്സ്ത് പോയിന്റ് ആണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻ. ഇംപ്ലിമെന്റേഷൻ മീൻസ് പുട്ടിംഗ് പ്ലാൻ ഇൻ ടു ആക്ഷൻ ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. അപ്പം ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ നടപ്പിലാക്കുന്നതിനെയാണ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുക. സെവൻത് പോയിന്റ് അഥവാ ലാസ്റ്റ് പോയിന്റ് ആണ് ഫോളോ അപ്പ് ആക്ഷൻ, തുടർ പ്രവർത്തനങ്ങൾ. അപ്പം നമ്മൾ എടുത്ത പ്ലാൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുന്നതാണ് ഫോളോ അപ്പ് ആക്ഷനിൽ പറയുന്നത്. ഇപ്പം നമ്മൾ പ്ലാൻസ് ഒക്കെ എടുത്തു, നമ്മളിപ്പം സെയിൽസ് 10% കൂട്ടണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പ്ലാൻ ചെയ്തു, ഓഫർ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു, എന്നാലും നമ്മൾ അത് നടപ്പിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, ഈ ഓഫർ കൊടുത്തിട്ട് സെയിൽസ് കൂടുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഫോളോ അപ്പ് ആക്ഷനിൽ പറയുക. എന്ന് വെച്ചാൽ തുടർ പ്രവർത്തനങ്ങൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, ആ നമ്മളുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പ്ലാൻസ് ആർ മെന്റ് ടു അച്ചീവ് സർട്ടൻ പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്. So plans are to be evaluated regularly to check whether they are proceeding along the right lines. In this way, shortcomings can be noted well in time and suitable remedial action may be taken before it's too late. അപ്പോൾ പ്ലാൻസ് എത്രത്തോളം ഫലപ്രദമാണെന്ന് വിലയിരുത്തുക, അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, ഷോർട്ട് കമ്മിങ്സ് ഉണ്ടോ, അഥവാ എന്തെങ്കിലും ന്യൂനതകളുണ്ടോ എന്നൊക്കെ കണ്ടെത്തി അത് ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് കറക്റ്റീവ് മെഷേഴ്സ് എന്ന് വെച്ചാൽ കൃത്യസമയത്ത് അതിൽ ഇടപെട്ട് ആ ന്യൂനതകൾ അഥവാ ആ മിസ്റ്റേക്സ് ഒക്കെ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് ഫോളോ അപ്പ് ആക്ഷനിൽ പറയുക. എന്ന് വെച്ചാൽ മോണിറ്റർ ചെയ്യുക, പ്ലാൻസ് എല്ലാം നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെയാണോ പ്ലാൻസ് എല്ലാം നടക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യുക. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ അതിൽ ഇടപെട്ട് അതിൽ കറക്റ്റീവ് ആക്ഷൻസ് അഥവാ പരിഹാര നടപടികളൊക്കെ സ്വീകരിക്കുക എന്നതാണ് ഫോളോ അപ്പ് ആക്ഷനിൽ പറയുക. അപ്പം പ്ലാനിങ് പ്രോസസ്സിൽ 7 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഇതില് 3, 4, 5 സ്റ്റെപ്സും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ 3rd, 4th and 5th സ്റ്റെപ്സ് ആർ റിലേറ്റഡ് ആണ്. അതില് മൂന്നാമത്തതിൽ പറയുന്നത് ഐഡന്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ്, നാലാമത്തത് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്, അഞ്ചാമത്തത് സെലക്ടിങ് ദി ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്.
അപ്പം ഇതിലെല്ലാം പറയുന്നത് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ ബദലുകളെ കുറിച്ചാണ് ഇതിലെല്ലാം പറയുക. എന്ന് വെച്ചാൽ ഡിഫറെന്റ് ചോയ്സസിനെ കുറിച്ചാണ് എല്ലാത്തിനും പറയുക. മൂന്നാമത്തത് ഡിഫറെന്റ് ചോയ്സസ് ഏതൊക്കെയാണ് അഥവാ ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് മൂന്നാമത്തതിൽ പറയുക. എന്നിട്ട് അതിനെല്ലാം സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ അതിന്റെയൊക്കെ പോസിറ്റീവ്സ് എന്താ നെഗറ്റീവ്സ് എന്താന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നാലാമത്തെ സ്റ്റെപ്പിൽ പറയുക. ഇത് കണ്ടുപിടിച്ചു, എന്നിട്ട് അതിന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ അനലൈസ് ചെയ്തു, എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നതാണ് അഞ്ചാമത്തതിൽ പറയുക. അപ്പൊ 3, 4, 5 റിലേറ്റഡ് ആണ്. അപ്പം നമുക്ക് ഒന്ന് ആദ്യം മുതൽ നോക്കാം. പ്ലാനിംഗ് പ്രോസസ്സിൽ 7 സ്റ്റെപ്സ് ആണുള്ളത്. ഇത് എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ്, സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ്, ഡെവലപ്പ് പ്ലാനിംഗ് പ്രൊമൈസസ്. തേർഡ്, ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ്സ്. ഫോർത്ത്, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്. ഫിഫ്ത്ത്, സെലക്ടിംഗ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. സിക്സ്ത്, ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻസ്. സെവൻത്, ഫോളോ അപ്പ്. അപ്പം ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള പോർഷൻ ആണ്. പിന്നെ ഇതിനകത്ത് 1 മാർക്കിന് വരാൻ സാധ്യതയുള്ളത് പ്ലാനിംഗ് പ്രൊമൈസസ് എന്താണെന്ന് 1 മാർക്കിന് ചോദിക്കാവുന്നതാണ്. പ്ലാനിംഗ് പ്രൊമൈസസ് ആർ സർട്ടൻ അസംഷൻസ് അപ്പോൺ വിച്ച് പ്ലാൻസ് ആർ ടു ബി ഡ്രോൺ. അപ്പൊ പ്ലാൻസ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കുറച്ച് ഊഹങ്ങൾ അഥവാ അസംഷൻസ് ആണ് പ്ലാനിംഗ് പ്രൊമൈസസ് എന്ന് പറയുക. പ്ലാൻ എന്താണ് എന്നും കൂടെ നമുക്ക് നോക്കാം. പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പദ്ധതി. പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം. Plan is a document that outlines how goals are going to be met. It is a specific action proposed to help the organization achieve its objectives. അപ്പം പ്ലാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ലക്ഷ്യത്തിൽ എത്തുക എന്നത് ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്ലാൻ അഥവാ പദ്ധതി എന്ന് പറയുക. പ്ലാൻ എന്നത് ഒരു സ്പെസിഫിക് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ആക്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിന്റെ ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ക്ലിയർ ആയിട്ടുള്ള കുറച്ച് ആക്ഷൻസിന് പറയുന്ന പേരാണ് പ്ലാൻസ്. അപ്പം പ്ലാൻ ഇസ് എ ഡോക്യുമെന്റ് ദാറ്റ് ഔട്ട്ലൈൻസ് ഹൗ ഗോൾസ് ആർ ഗോയിങ് ടു ബി മെറ്റ്. എങ്ങനെയാണ് ഒരു ലക്ഷ്യത്തിൽ എത്തേണ്ടത് അഥവാ എങ്ങനെയാണ് ഗോൾസ് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്ലാൻ അഥവാ പദ്ധതി എന്ന് പറയുന്നത്. അത് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് എങ്ങനെയാണ് അവർ ഗോൾസ് അച്ചീവ് ചെയ്യേണ്ടത് എന്നത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ആക്ഷൻ പറയുന്നതാണ് പ്ലാൻ. So plan is a document that outlines how goals are going to be met. എങ്ങനെയാണ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്ലാൻ. ഇറ്റ് ഈസ് എ സ്പെസിഫിക് ആക്ഷൻ പ്രപ്പോസ് ടു ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷനെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ആക്ഷൻ പറയുന്നതാണ് പ്ലാൻ എന്ന് പറയുക. അപ്പം പ്ലാൻ എന്ന് വെച്ചാൽ പദ്ധതി, അതൊരു it is a document that outlines how goals are to be achieved എന്ന് പഠിച്ചാൽ മതി. ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് അതിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത് അത് പറയുന്ന ഒരു ഡോക്യുമെന്റിനാണ് പ്ലാൻ എന്ന് പറയുക. അപ്പൊ പ്ലാൻ നമ്മൾ നോക്കി. ഇനി ഒരു കോൺസെപ്റ്റോടെ പഠിക്കാം. ഡെറിവേറ്റീവ് പ്ലാൻസ് അഥവാ സബ്സിഡറി പ്ലാൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നിങ്ങൾക്ക് സിസ്റ്റർ തന്ന നോട്ടിൽ കിടപ്പുണ്ട് ഒരു ചെറിയൊരു പോർഷൻ ആയിട്ട്. ഈ പ്രോസസ് ഓഫ് പ്ലാനിങ്ങിന്റെ താഴെയായിട്ട് ഒരു ചെറിയൊരു പോർഷൻ ആയിട്ട് കിടപ്പുണ്ട്. ഡെറിവേറ്റീവ് പ്ലാൻസ് ഓർ സബ്സിഡറി പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇത് 1 മാർക്ക് അല്ല 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ്. അതെന്താണെന്ന് നോക്കാം. ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ മലയാളം പറയുവാണ് വ്യൂൽപ്പന്ന പദ്ധതികൾ എന്നാണ് പറയുക. ഡെറിവേറ്റീവ് പ്ലാൻസ് ഓർ സബ്സിഡറി പ്ലാൻസ്. ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ പ്ലാനിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സബ് പ്ലാൻസിന് പറയുന്നതാണ് ഡെറിവേറ്റീവ് പ്ലാൻസ്. എന്ന് വെച്ചാൽ ഒരു മെയിൻ പ്ലാൻ ഉണ്ടാവും. ആ മെയിൻ പ്ലാൻ നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സബ് പ്ലാൻസിന് പറയുന്നതാണ് ഡെറിവേറ്റീവ് പ്ലാൻസ്. In order to support the main plan, several sub-plans are required. These sub-plans are called derivative plans. In other words, the breakup of master plan department-wise or section-wise to support the main plan is called derivative plan. Derivative plans are meant for implementation of main plan. Main plan implement ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സബ് പ്ലാൻസ് ആണ് ഡെറിവേറ്റീവ് പ്ലാൻസ്. Derivative plans take the form of programs, procedures, policies, rules, methods, strategies, projects, budgets, etc. അപ്പം ഡെറിവേറ്റീവ് പ്ലാൻസിൽ വരുന്ന
വരുന്ന കാര്യങ്ങളാണ് പ്രൊസീജിയേഴ്സ്, പോളിസീസ്, പ്രോഗ്രാംസ്, റൂൾസ്, മെത്തഡ്സ്, സ്ട്രാറ്റജീസ്, പ്രൊജക്ട്സ്, ബഡ്ജറ്റ്സ്. ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഡെറിവേറ്റീവ് പ്ലാൻസിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പ്രോഗ്രാംസും പ്രൊസീജിയേഴ്സും റൂൾസും മെത്തഡ്സും സ്ട്രാറ്റജീസും എല്ലാം. ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ പ്ലാനിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കുറച്ച് സബ് പ്ലാൻസ് ആണ് ഡെറിവേറ്റീവ് പ്ലാൻസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെ, നിങ്ങൾക്ക് +2 ബോർഡ് എക്സാമിന് നല്ല മാർക്ക് കിട്ടണം എന്നതാണ് നിങ്ങളുടെ മെയിൻ പ്ലാൻ എന്ന് വിചാരിച്ചോളൂ. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറെ സബ് പ്ലാൻസ് എടുക്കും. എന്ന് വെച്ചാൽ +1 എക്സാമിന് നല്ല മാർക്ക് കിട്ടണം, ഇന്റേണൽ മാർക്സ് നല്ല മാർക്ക് കിട്ടണം, പ്രാക്ടിക്കലിന് നല്ല മാർക്ക് കിട്ടണം, ഇന്റേണൽ അസസ്മെന്റ്, ഇങ്ങനെ ചില എക്സാമിനൊക്കെ ഇന്റേണൽ അസസ്മെന്റ് ഒക്കെ നല്ല മാർക്ക് കിട്ടണം. അങ്ങനെ ഈ ഉള്ള സബ് പ്ലാൻസ് എല്ലാം കൂടെ ജോയിൻ ചെയ്താലേ നമ്മളുടെ മെയിൻ പ്ലാൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ +2 മാർക്ക് മാത്രമല്ല, +2 ബോർഡ് എക്സാമിന്റെ മാർക്ക് മാത്രം കൊണ്ടല്ലല്ലോ നമ്മളുടെ റിസൾട്ട് തന്നെ. +1 ഇന്റേണൽ അസസ്മെന്റും പ്രാക്ടിക്കലിന്റെ എല്ലാം മാർക്ക് വെച്ചിട്ടില്ല തന്നെ. അപ്പം +2 ബോർഡ് എക്സാമിന് നല്ല മാർക്ക് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്ലാൻ എങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സബ് പ്ലാൻസ് ആണ് +1 എക്സാമിന് നല്ല മാർക്ക് കിട്ടണം, ഇന്റേണൽ മാർക്ക് നല്ലത് കിട്ടണം, പ്രാക്ടിക്കലിന് നല്ല മാർക്ക് കിട്ടണം, അങ്ങനെയുള്ളതൊക്കെ. അപ്പം ഒരു മെയിൻ പ്ലാനിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സബ് പ്ലാൻസിനെയാണ് ഡെറിവേറ്റീവ് പ്ലാൻസ് എന്ന് പറയുക. താങ്ക് യു.